രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിക്കെതിരെ ശബ്ദമുയർത്താൻ ഇന്ത്യയിലെ പല പ്രമുഖർക്കും മടിയാണ്, പേടിയാണ്. രാജ്യത്ത് ആളിക്കത്തിയ കർഷക സമരത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയും മനുഷ്യാവകാശ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ഇന്ത്യയിലെ പ്രമുഖർ വായിട്ടടിച്ചത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സമ്മർദ്ദങ്ങളിലൂടെ ബി.ജെ.പി പലരെയും നിശബ്ദരാക്കുകയാണ്. എന്നാൽ ബി.ജെ.പിയുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച ബി.ജെ.പിയെ വിറപ്പിക്കുന്ന ഒരു പെൺപുലിയുണ്ട് അങ്ങ് ബംഗാളിൽ. പേര് മഹുവ മൊയ്ത്ര. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സാക്ഷാൽ മോദിയെയും അമിത്ഷായെയും സാക്ഷിയാക്കി കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു തീപ്പൊരി പ്രസംഗമാണ് മഹുവ മൊയ്ത്ര നടത്തിയത്. ആ പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. I will stand here and be courageous. Trust me, Mr. Balu, we have not lost the fighting spirit. Even though the government spin factories will later portray it as cowardice or even plagiarism, I will lay out a few home truths by using my parliamentary privilege that guards me from charges of sedition and contempt for anything I say in this house. And Mr. Law Minister, sir, if you're present on the premises, with all due respect, this time you have neither the right to shut me up nor to try and get my words expunged from the record. The sacred cow that was the judiciary is no longer sacred. It stopped being sacred the day a sitting Chief Justice of this country was accused of sexual harassment, presided over his own trial, cleared himself, and then proceeded to accept a nomination to the upper house within 3 months of retirement, replete with Z+ security cover. The judiciary stopped being sacred when it chose to squander the greatest opportunity that any bench of the highest court of this land has ever seen, to reinforce the founding principles of our democratic republic and to uphold the rights enshrined in Part 3 of our constitution. It let Moscow. One second, please. Please, Mo. He cannot discuss. Please, the house. Please, you wait. മഹുവ മൊയ്ത്രയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കാണാം. അധികാരവും ആയുധവും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഭീരുക്കൾക്കും ഒരു വിചാരമുണ്ട്, താനാണ് ഏറ്റവും ധൈര്യശാലിയെന്ന്. എന്നാൽ ഭീരുക്കളാണ് രാജ്യം ഭരിക്കുന്നത്. പ്രതിഷേധം ഉയർത്തുന്നവരെയും പ്രക്ഷോഭകരെയും ഭയക്കുകയാണ് മോദി സർക്കാർ. രാജ്യതലസ്ഥാനത്തിന്റെ അതിർത്തികളിൽ ബാരിക്കേഡുകളും ഇരുമ്പാണികളും വെച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് റദ്ദാക്കിയും നിരീക്ഷണം ഏർപ്പെടുത്തിയും കടുത്ത നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനെന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം കൊണ്ടുവന്നത്. എന്നാൽ സ്വന്തം രാജ്യത്ത് ചൂഷണം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ കുറിച്ച് സർക്കാരിന് ചിന്തയില്ലെന്നും മഹുവ മൊയ്ത്രി തന്റെ പ്രസംഗത്തിൽ പറയുന്നു. യാതൊരു പരിശോധനയും കൂടാതെയാണ് കർഷക നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയത്. ഷഹീൻ ബാഗിൽ സമരം ചെയ്ത കർഷകരെയും വൃദ്ധരെയും വിദ്യാർത്ഥികളെയും വരെയും നിങ്ങൾ തീവ്രവാദികളെന്ന് മുദ്രകുത്തിയെന്നും മഹുവ മൊയ്ത്ര തുറന്നടിച്ചു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ മഹുവ രൂക്ഷ പ്രതികരണം നടത്തി. ഇതിനിടയിൽ ബി.ജെ.പി അംഗങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ബി.ജെ.പിക്കെതിരെ ശബ്ദമുയരാൻ മടിക്കുന്ന ഈ കാലത്ത് മഹുവ മൊയ്ത്രയെ പോലെ പെൺപുലികൾ ഇനിയുമുണ്ടാവട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.